നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കുക. മൂന്ന് സിനിമകൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? കമൻസ് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. കമൻസ് ഉറപ്പായിട്ട് ഇടാൻ മറക്കരുത്. ശ്രീകൃഷ്ണപരുന്ത്, അഥർവം, ബ്രഹ്മയുഗം, ഈ മൂന്ന് സിനിമ അല്ലാതെ ഇഷ്ടം പോലെ ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ മൂന്ന് സിനിമ ഒരുപാട് ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടപ്പോഴാണ് ഈ മൂന്ന് സിനിമകൾ ഇറങ്ങിയത്. അല്ലാതെ ഇഷ്ടം പോലെ സിനിമകൾ ഹൊറർ പശ്ചാത്തലത്തിലും കോമഡി പശ്ചാത്തലത്തിലും ഒക്കെ ഹൊറർ രീതിയിൽ ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപരുന്ത് 1984 റിലീസ് ചെയ്ത സിനിമയാണ്. പി ഭാസ്കരൻ, വിൻസെന്റ് മാഷും എല്ലാം കൂടെ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ ആ സിനിമ കണ്ടതാണ്. എനിക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയാണ്. തിയേറ്ററിൽ കണ്ട സിനിമയല്ല, അല്ലാതെ നമ്മൾ കണ്ട സിനിമയാണ്. പക്ഷേ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് ശ്രീകൃഷ്ണപരുന്ത്. മോഹൻലാലിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ, ഒരു വിനേശ്വരായിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല രസമായിട്ട് മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ട്. സിനിമ ഹിറ്റാണോ ഇതെന്നുള്ളതൊന്നും അല്ല നമുക്ക് ഇവിടെ അറിയേണ്ടത്. പടം സൂപ്പർ ഹിറ്റാണോ, കോടികൾ വരും എന്നുള്ളതൊന്നും അല്ല. അന്നൊന്നും ഇങ്ങനെ കോടികൾ വരുന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പക്ഷേ നല്ലൊരു ചിത്രം ശ്രീകൃഷ്ണപരുന്ത്. നല്ല രീതിയിൽ മോഹൻലാലിൻ്റെ നെഗറ്റീവ് ഷെയ്ഡും മോഹൻലാൽ അഭിനയിച്ച് വലിപ്പിച്ച ഒരു സിനിമ, ഹൊറർ പശ്ചാത്തലം നന്നായിട്ടൊന്ന് എഫക്റ്റ് ചെയ്തൊരു സിനിമയാണ് ശ്രീകൃഷ്ണപരുന്ത്. അടുത്തത് അഥർവം. ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച മലയാളം കണ്ട ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് സംവിധായകനായ സിനിമ അഥർവം. അദ്ദേഹം മനുവങ്കളും അഥർവം 2 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അഥർവം എനിക്ക് തോന്നുന്നു ഒരുപാട് രീതിയിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. കാരണം അതിനകത്ത് പാട്ടുകളൊക്കെ ഒരുപാട് ഹിറ്റുകളായ പാട്ടായിരുന്നു. പുഴയോരത്തിൻ പൂത്തോണി എത്തിയിട, ചിത്രയ്ക്കൊക്കെ ദേശീയ അവാർഡ് കിട്ടാത്തതിനൊക്കെ ഒരുപാട് പരാമർശം വന്നൊരു പാട്ട്. പൂവായി വിരിഞ്ഞു എന്ന് പറഞ്ഞ പാട്ട് MG ശ്രീകുമാർ പാടിയ പാട്ട്. ഇളയരാജയുടെ സൂപ്പർ മ്യൂസിക്, ഗംഭീരമാർന്ന പ്രകടനം, മമ്മൂട്ടി തകർത്ത സിനിമ. അഥർവവേദങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമ. നമ്മുടെ തിലകൻ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. ഗണേശനും നമ്മുടെ പാർവതിയൊക്കെ അഭിനയിച്ച സിനിമ. നല്ല സിനിമയായിരുന്നു. അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട സിനിമ. ഇതുപോലെ ഈ നമുക്ക് ഫ്ലോപ്പിനെ കുറിച്ചോ ഹിറ്റിനെ കുറിച്ചൊക്കെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാനും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല. എന്നാൽ പോലും അന്ന് ചർച്ച ചെയ്യപ്പെട്ട ശ്രീകൃഷ്ണപരുന്ത് 84 ചർച്ച ചെയ്യപ്പെട്ടുള്ള 89 ഇറങ്ങിയ സിനിമയായിരുന്നു അഥർവം. 2024 ഇറങ്ങിയ സിനിമയാണ് ബ്രഹ്മയുഗം. എന്തുകൊണ്ടും ഈ ഒരു ഒറ്റ മന കൊണ്ടും ഒരു മനയ്ക്കകത്ത് നടക്കുന്ന കഥ, ഒരു മന, ഒറ്റ മുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, 3 താരങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് ടെക്നിക്കലി ബ്രില്യൻ്റായിട്ട് എടുത്തേക്കുന്ന സിനിമ, അഭിനയിച്ച് തകർത്തേക്കുന്ന സിനിമ, എല്ലാം കൊണ്ടും അതിപ്പോൾ നമുക്ക് തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ എടുത്ത രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ എക്കാലത്തെയും മികച്ച സംവിധാനമായി മാറാൻ സാധ്യതയുള്ള സംവിധാനമാണെന്ന് തെളിയിച്ച സിനിമ. TD രാമകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. നല്ല കുറിക്കുള്ള സംഭാഷണങ്ങൾ, നല്ല രസമായിട്ട് ഈ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന ലയിക്കുന്ന സംഭാഷണങ്ങൾ. പിന്നെ ആർട്ടും സിനിമാറ്റോഗ്രഫിയും മിക്സിങ്ങും മേക്കപ്പ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഗംഭീരമായ സിനിമ. നിങ്ങൾക്ക് ഈ 3 സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ശ്രീകൃഷ്ണപരുന്താണോ, അഥർവമാണോ, ബ്രഹ്മയുഗമാണോ? ഉറപ്പായിട്ട് നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ എന്തെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ്.